നമ്മളെ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് നമ്മുടെ നിലപാടുകളാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒരു ജനത കണ്ണീരോടെ പലായനം ചെയ്യുകയാണ്. നഷ്ടപ്പെട്ട വീടിന്റെ അവശിഷ്ടങ്ങളും വേറിട്ടുപോയ ഒലിവുമരങ്ങളും പൂർവികരുടെ കബറിടങ്ങളും അങ്ങനെ വേദനകൾ മാത്രം അവശേഷിപ്പിച്ച് എങ്ങോട്ടെന്നില്ലാത്ത ഒരു അഭയമില്ലാത്ത യാത്ര. ഓരോ ചുവടുവെപ്പിലും ഹൃദയം നുറങ്ങി തേങ്ങിക്കരഞ്ഞുകൊണ്ടുള്ള വിഷ്വലുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുത്തുനബിയും അനുചരന്മാരും ഷുഐബ് അബീ ത്വാലിബിൽ നിന്ന് പട്ടിണി സഹിച്ച് വേദന സഹിച്ച് ഉറ്റവരെ വിട്ട് ഉടയവരെ വിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തതുപോലെ ഹിജ്റ അതൊരു പരാജയപ്പെടലല്ല, അതൊരു ഒളിച്ചോട്ടമല്ല, തിരിച്ചു വരുമെന്നുള്ള വാഗ്ദാനമാണ്. ആക്രമിക്കപ്പെട്ടവന്റെ ഊർജം സംഭരിക്കാനുള്ള ഒരു ഗ്യാപ്പാണത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മണ്ണ് നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. മദീന സാക്ഷിയാണതിന്. സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒരിക്കലും വെറുതെയാകില്ല. ഖുദ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു സമൂഹം ഇത്രത്തോളം പീഡനങ്ങൾ സഹിച്ചിട്ടും അവരെ മുമ്പോട്ട് നയിക്കുന്നത് ഒരു സമൂഹത്തിന്റെ ചിന്താപരമായ, ആശയപരമായ, വിശ്വാസപരമായിട്ടുള്ള പിൻബലം അവർക്കുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്നത് ഓരോ ദിവസം കൂടുന്തോറും ഗൗരവമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീന് വേണ്ടിയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾക്ക് മതം വേണമെന്നുണ്ടോ? നമ്മൾ മുസ്ലിം ആവണമെന്നുണ്ടോ? നിങ്ങളും ഞാനൊക്കെ ഒരു മനുഷ്യനായാൽ മാത്രം മതി.